ഹലോ SLC മക്കളെ, വെൽക്കം ടു എക്സാമിനർ. നിങ്ങൾ വിചാരിച്ചിരിക്കുകയായിരിക്കും ക്രിസ്മസ് എക്സാം വരെയെങ്കിലും കുറച്ച് സമാധാനം കിട്ടും, കുറച്ച് റെസ്റ്റ് കിട്ടും, തലവേദന കുറഞ്ഞു കിട്ടും. പക്ഷേ ഇല്ല മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻ്റ് ആണ്. SSLC IT മിഡ് ടേം എക്സാം. മക്കളെ, IT എന്ന് പറഞ്ഞാൽ 90% 80% ആൾക്കാർക്ക് സിമ്പിളായിട്ട് A+ കിട്ടാവുന്ന സബ്ജക്റ്റാണ്. ഓക്കെ, പബ്ലിക് എക്സാം 10 A+ൽ ഏറ്റവും ഈസി ആയിട്ട് കിട്ടാൻ പോകുന്ന A+ IT എന്നാണ്. IT എനിക്കറിയാം പ്രാക്ടിക്കൽ ഉണ്ട്, തിയറി ഉണ്ട്. നിങ്ങൾ ഇന്നേവരെ ഇപ്പോൾ കമ്പ്യൂട്ടർ തുറന്നു നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ പേടിക്കേണ്ട, നിങ്ങൾ എക്സാമിൻ്റെ ക്ലാസ് ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി ആ A+ ഗ്യാരൻറ്റീഡാണ്. ബാക്കി 9 A+ നമ്മൾ തരും, പക്ഷേ ഇത് ഉറപ്പായിട്ടും തരും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, കാരണം IT എക്സാമിനെ പറ്റി അറിഞ്ഞിരിക്കണം, ഡേറ്റ്സിന് ഉൾപ്പെടെ. ഇനി നിങ്ങൾക്ക് IT എക്സാമിന് വേണ്ടിയിട്ട് വീഡിയോസ് വേണമെങ്കിൽ SSLC IT എന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, എൻ്റെ ക്ലാസ് IT തിയറിയും പ്രാക്ടിക്കലിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ എല്ലാവരും SSLC IT എന്ന് കമൻറ്റ് ചെയ്യും, ഞാൻ ചെയ്തായിരിക്കും. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ, പുതിയ സർക്കുലർ വെച്ചുള്ള ഇൻഫർമേഷൻ എന്താണ്? നിങ്ങൾക്ക് മിഡ് ടേം എക്സാം ഉണ്ടാവുന്നതായിരിക്കും. ആൻഡ് ആ മിഡ് ടേമിൽ നമ്മുടെ പ്രാക്ടിക്കലിലും ആൻഡ് തിയറി ഉണ്ടാവും. അപ്പോൾ തിയറിയിൽ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? തിയറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് MCQ ആൻഡ് VS എന്ന് പറഞ്ഞാൽ വെരി ഷോർട്ട് ആൻസർ. എന്ന് പറയുമ്പോൾ 5 ഓപ്ഷൻ. MCQ എന്ന് പറഞ്ഞാൽ 4 ഓപ്ഷനിൽ ഒരെണ്ണം ശരിയുണ്ടാവും, 3 തെറ്റായിരിക്കും. അപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്യുക. VS എന്ന് പറഞ്ഞാൽ 5 ഓപ്ഷൻ ഉണ്ടാവും, 2 ശരിയുണ്ടാവും. ഓക്കെ, അപ്പോൾ 2 ശരി നമ്മൾ അറിയണം. ബേസിക്കലി തിയറി പഠിക്കണം. നിങ്ങൾ ആ ചാപ്റ്റർ ഒരു പ്രാവശ്യം വായിച്ചിരിക്കണം, കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടിരിക്കണം. അങ്ങനെയാണ് നിങ്ങൾക്ക് തിയറി മാർക്ക് കിട്ടും. 1 to 6 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വരുന്നത്. ഈ ആദ്യത്തെ 6 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് തിയറി വരും. പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ എന്താണ് വെച്ചാൽ, ഇവിടെ നിങ്ങൾ പഠിച്ച സാധനങ്ങൾ ഈ പ്രാക്ടിക്കൽ പഠിക്കുമ്പോൾ നിങ്ങൾ തിയറി ഓൾറെഡി പഠിക്കും. തിയറി പഠിക്കുമ്പോൾ പ്രാക്ടിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ HTML ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസൈനിങ് ആയിക്കോട്ടെ, ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഉപയോഗിക്കണം, അത് കമ്പ്യൂട്ടർ മുൻപിൽ ഇരുന്ന് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഞാൻ കാണിച്ചു തരാം, വീഡിയോ ആയിട്ടും കമ്പ്യൂട്ടർ സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ട് എല്ലാ ട്രിക്സും പറഞ്ഞുതരാം. അപ്പം വീഡിയോ വേണമെങ്കിൽ SLC IT എന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് പ്രാക്ടിക്കൽ ഈ പ്രാവശ്യം വരാൻ പോകുന്നത്? മിഡ് ടേമിന് 1, 2, 3, 5, 6. ബേസിക്കലി ആദ്യത്തെ 6 ചാപ്റ്റർ, 4ാമത്തെ ഇല്ല. ഇനി 6ാമത്തെ ചാപ്റ്ററാണ് നിങ്ങൾക്ക് പുതിയ സംഭവം, റോബോട്ടിക് ചാപ്റ്റർ അല്ലേ, എന്തൊരു റോബോട്ടിൻ്റെ ചാപ്റ്റർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോബോട്ട് കിറ്റ് വേണം. അപ്പോൾ അതിൻ്റെയും വീഡിയോ ആണ് ഡെഫിനറ്റ്ലി പറയാം. നിങ്ങൾക്ക് ബാക്കി എല്ലാം സെറ്റാക്കി തരുന്നത്. നിങ്ങൾ യൂട്യൂബിൽ വെറുതെ SLC IT എന്ന് അടിച്ച് തന്നെ അലൻ സാറിൻ്റെ കുറേ ലക്ഷക്കണക്കിന് വ്യൂസുള്ള കുറേ വർഷങ്ങളുടെ ക്ലാസ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സാണ് ഞാൻ തന്നെ പറയുന്നു, ആൻഡ് കുട്ടികളും പറയാൻ ഞാൻ ഗ്യാരൻറ്റീഡാണ്. കാരണം അത് കണ്ടുപോയാൽ ഫുൾ മാർക്ക് കിട്ടും. ഇനി ഈ എക്സാമിനെ പറ്റിയിട്ട് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യണോ, എന്താ അവസ്ഥ? സത്യം പറയാമല്ലോ, ഈ 6 ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. ഓക്കെ, മിഡ് ടേമിൻ്റെ എക്സാമിൻ്റെ മാർക്ക് ആരും കൂട്ടൂല എന്ന് എനിക്കറിയാം ഫൈനലിന്. പക്ഷേ നിങ്ങൾക്ക് 21 ഒക്ടോബർ മുതൽ 14 നവംബറിനുള്ളിൽ തീർക്കും. ഓക്കെ, ഈ നടക്കാൻ 3 ദിവസത്തിലെ എക്സാം നിങ്ങൾ മാക്സിമം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം ഈ ഫൈനൽ എക്സാം നിങ്ങൾക്ക് ജാനുവരി, ഫെബ്രുവരി എപ്പോൾ വേണം നടന്നോട്ടെ. ആ സമയത്ത് നിങ്ങൾക്ക് വേറെ കുറേ മാത്സ്, ഫിസിക്സ്, സോഷ്യൽ സയൻസ് എല്ലാം പഠിക്കാനുണ്ട്, കുറേ തലയിൽ കയറുന്നുണ്ട്. അതിനിടയ്ക്ക് നിങ്ങളിപ്പോൾ 2 or 3 ദിവസം പ്രാക്ടിക്കലിനും തിയറിക്കും മാറ്റി വെക്കുള്ളൂ പബ്ലിക് എക്സാം. എനിക്കറിയാം എല്ലാ വർഷവും സ്റ്റുഡൻസിൻ്റെ അവസ്ഥയാണ്. നിങ്ങൾക്ക് ഓരോ ദിവസമൊക്കെ ആയിരിക്കും എക്സാം. അപ്പോൾ നിങ്ങൾ ചിലപ്പം ബാക്കിയുള്ള പഠിത്തത്തിനിടയ്ക്ക് ഇതിന് 2 ദിവസം മാറ്റി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, പകുതി ഈ ആഴ്ച തന്നെ പഠിച്ച് തീർത്താൽ ബാക്കി പകുതി നിങ്ങൾ അപ്പോൾ ആലോചിക്കേണ്ടി വരുന്നുള്ളൂ. ഓക്കെ, അതിന് മോഡൽ എക്സാം നമുക്ക് സെറ്റാകാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഇപ്പോൾ ഈ 6 ചാപ്റ്റർ പഠിച്ചാൽ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഒരു 50 തിയറി ക്വസ്റ്റ്യൻസും ഒരു 10-15 പ്രാക്ടിക്കലും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും പേടിക്കേണ്ട. എല്ലാം തന്നെ പഠിച്ച പോലെ തന്നെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് A+ ഉറപ്പാണ്. അപ്പം ആ പകുതി A+ നിങ്ങൾക്ക് ഈ ആഴ്ചകളിൽ ഉറപ്പിക്കാം. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ വേണം SLC IT എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നതായിരിക്കും. ഈ വീഡിയോ മാക്സിമം ഷെയർ ആക്കുക, കാരണം മിഡ് ടേമിൽ തന്നെ 6 ചാപ്റ്റർ പഠിച്ച് സെറ്റാക്കാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.